ജീവനക്കാർ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കഴിവുകളും പ്രതിബദ്ധതയും അശ്രാന്ത പരിശ്രമവും ആണ് നമ്മളുടെ സ്ഥാപനത്തിന്റെ വിജയത്തിന് കാരണം. നമ്മുടെ സ്ഥാപനത്തിന്റെ വിജയം എന്നത് നമ്മളുടെ മാത്രമല്ല, ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയം എന്നത് അവിടുത്തെ എംപ്ലോയീസ് ആണ്, അവരുടെ അശ്രാന്ത പരിശ്രമമാണ്. ആ സ്ഥാപനത്തിന്റെ വിജയം ഒരു സമൂഹത്തിന്റെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെയും കൂടെ പുരോഗതി കെട്ടിയുറപ്പിക്കുന്നതാണ്. സന്തോഷപൂർണമായിട്ടുള്ള ഒരു നല്ല സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ചെറുപ്പം മുതലേ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിച്ചു വരുന്നതാണ്. സ്കൂളിൽ അന്ന് മിഠായി കിട്ടുന്ന ദിവസമാണ് അല്ലെ. സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് മനസ്സിലൊരു സന്തോഷമാണ്, ഒരു ആഘോഷമാണ് അല്ലെ. ഇത് ആക്ച്വലി ഒരു സന്തോഷത്തിനുപരി, ഒരു ആഘോഷത്തിനുപരി ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെ. നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താ ഉത്തരവാദിത്വം? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ സ്വാതന്ത്ര്യത്തിന്റെയും അല്ലെങ്കിൽ അത് നേടിത്തന്ന നമ്മുടെ പൂർവികരോടുള്ള ആ ഒരു ഉത്തരവാദിത്വം എന്താ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഈ ഓഗസ്റ്റ് 15 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഇഷ്ടമുള്ള സംസാരിക്കാം അല്ലെ. സോഷ്യൽ മീഡിയ നമുക്ക് ആരെയും ചീത്ത പറയാം. അങ്ങനെ എല്ലാ തരത്തിലും സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? പണ്ട് നമ്മുടെ പൂർവികർക്ക് അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അവര് ദേശശക്തികളോട് ആ അടിമത്തിൽ നിന്ന് പടവെട്ടി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതാണ്. നമ്മൾക്ക് സ്വാതന്ത്ര്യം എന്നത് അവകാശം മാത്രമല്ല, ഉത്തരവാദിത്വം കൂടെയാണ്. നമ്മളൊരു നല്ല പൗരനായി നമ്മുടെ പ്രകൃതിക്കും സമൂഹത്തിനും ആത്മാർത്ഥതയുള്ള പൗരനായി നമ്മുടെ രാജ്യത്തെ സേവിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. भारत माता की, भारत माता की, भारत माता की।